ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് കാന്താരി അടർത്തിയെടുത്താലോ? ഇത് കാഴ്ചയെ കുഞ്ഞനാണെന്നവരിലും ഗുണത്തിന്റെ കാര്യത്തിൽ കേമനാണ് കേട്ടോ. ഇപ്പം മിക്കവാറും ആൾക്കാർക്ക് ബ്ലഡ് പ്രഷർ ആയാലും കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരാണല്ലോ. അവർക്ക് കറികളിലൊക്കെ പച്ചമുളക് അരിഞ്ഞിടുന്നതിൽ നല്ലതാണ് ഓരോ കാന്താരി കീറിയിടുന്നത്. കാന്താരി ചതച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കിയാൽ ഒരു ചോ വരും. പക്ഷെങ്കിൽ പിളർത്തി ഇടുകയാണെങ്കിൽ ആ ഒരു ചോ വരത്തില്ല. അതുപോലെ തന്നെ മിക്കവാറും ആൾക്കാർക്ക്, പഴയ കാലത്തെ ആൾക്കാർ, നല്ല പുതുതലമുറയ്ക്കായാലും പഴങ്കഞ്ഞി കുടിക്കാൻ ഇഷ്ടമാണ്. ഇത് കാന്താരി അടച്ചേറ്റി അരച്ച് അത് പഴകുഞ്ഞിക്കകത്തിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ആ പഴകുഞ്ഞി കുടിക്കാൻ കേട്ടോ. പഴയ കാലത്തൊക്കെ എല്ലാവരും കുടിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ഇങ്ങനെ പഴങ്കഞ്ഞിക്കട തപ്പി ആൾക്കാർ പോകാറുണ്ട് പഴങ്കഞ്ഞി കുടിക്കുന്നതിന് വേണ്ടി. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് കാന്താരി ഇവിടുന്ന് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനും വീട്ടിലിവിടുന്ന് കൊണ്ടുപോകാം. ഇത് നമുക്ക് അറിയണം ഇത് സൂക്ഷിച്ചു വെക്കാൻ എന്താണ് മാർഗം എന്നുള്ളത്. അപ്പൊ ഇത്രയും കാന്താരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇത്രയും ഞെടുപ്പൊക്കെ ഒന്ന് പറിച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ. നമുക്കിത് കുറച്ചു കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാം. ഞെടുപ്പോടു കൂടിയാണെങ്കിൽ അത് ചീത്തയായിപ്പോൾ ഞെടുപ്പെല്ലാം പറിച്ചെടുക്കുവാണെങ്കിൽ നല്ലതാണ്. ഞാനിതിപ്പം കൊണ്ടുവന്നൊന്ന് കഴുകി വെള്ളം തോർത്തി ഞെടുപ്പ് പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത്രയത്തിൻ്റെ ഞെടുപ്പ് പറിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഞാൻ അതിനിടയ്ക്ക് പഴങ്കഞ്ഞിയുടെ കാര്യം പറഞ്ഞല്ലോ. ചിലർ പറയും പഴങ്കഞ്ഞി ഒടിച്ചാൽ കൊടവേറ് ചാടും എന്നൊക്കെ. വെറുതെയാണ് കേട്ടോ. അങ്ങനെയൊന്നുമില്ല. അത് പണ്ടൊക്കെ ആൾക്കാർ ചുമ്മാ അത് കളിയാക്കി പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അടച്ചേറ്റി അരച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പഴങ്കഞ്ഞി കുടിക്കാം കേട്ടോ. അപ്പം ഞാനിതെല്ലാം റെഡിയാക്കി ഞെടുപ്പ് പറിച്ച് ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതുപോലത്തെ സിപ്ലോ കവറുകൾ, ഏതേലും വായു കടക്കാത്ത രീതിയിൽ കവർ വേണമെന്നേ ഉള്ളൂ കേട്ടോ. സിപ്ലോക്ക് ആകുമ്പോൾ നല്ലതാണ്. ഇതിനകത്ത് ഞാനിത് പെറുക്കി വെക്കുകയാണ്. ഇത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. എത്ര കാലം വേണേലും കേടുകൂടാതെ ഇരിക്കും. ഒട്ടും കാറ്റ് കയറാത്ത രീതിയിൽ അടിച്ചു വെക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കിത് കുറേ കാലങ്ങൾ ഇങ്ങനെ തന്നെ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. എൻ്റെ ഇരുന്ന് കുറേയധികം ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ ഇപ്പൊ ഒരു 3 വർഷത്തിന് മേലായ കാന്താരിയാണ് അത് കേട്ടോ. ഇതിനിടയ്ക്ക് ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓരോ കവർ ഇങ്ങനെ എടുത്തു കൊടുക്കാറുണ്ടായിരുന്നു. കാര്യം കാന്താരി ഇല്ലാത്തവർക്കൊക്കെ. ഇത് അതിന് മുൻപുള്ള കാന്താരിയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാന്താരിയാണ് കേട്ടോ. ഇനി യാതൊരു കുഴപ്പമില്ല കേട്ടോ. കുറച്ചിങ്ങനെ ഐസിന്റെ കട്ടയായിട്ട് ഇടയ്ക്ക് കാണും. പക്ഷെങ്കിൽ ഈ കാന്താരിക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മളത് എടുത്ത് കുറച്ചൊന്ന് വെള്ളം ചുമ്മാതെ അതിന് മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ഐസിന്റെ ഇതങ്ങ് പോകും. പക്ഷെ നല്ലതാണ്. എരിവിന്റെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പവുമില്ല. ഞെടുപ്പില്ലാത്തതുകൊണ്ട് ചീത്തയായി പോകുന്നുമില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ ഇരിക്കും. ഐസ് കട്ട ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇട്ട് വെച്ച പോലെയാണ്. ഈ മീനിനകത്തൊക്കെ ഐസ് ഇട്ട് വെക്കത്തില്ല, ആ രീതിയാണ് കണ്ടോ. കാന്താരിക്ക് യാതൊരു കുഴപ്പം വരത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എത്ര കാലം വേണേലും ഇങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് കാന്താരി കിട്ടുകയാണെങ്കിൽ. നിങ്ങളുടെ പറമ്പിലൊക്കെ ആയാലും കാന്താരി ഉണ്ടെങ്കിൽ വെറുതെ കിളിയൊക്കെ തിന്ന് വെറുതെ പോവുകയല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് വരിൽ ആർക്കെങ്കിലും കൊടുക്കാവല്ലോ. കാന്താരി ഇഷ്ടമുള്ളവരും കാന്താരി ഇല്ലാത്തതായിട്ടുള്ള ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. അവരായാലും നിങ്ങളോട് കാന്താരി പറയുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വരി നിങ്ങൾക്ക് എടുത്തു കൊടുക്കാവുന്നതാണല്ലോ. എന്തായാലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് കണ്ടോ. ഒരു ചോറൊക്കെ പൊതിഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്ന പോലെ ഒരു പൊതി കണ്ടോ. മിക്കവാറും ആൾക്കാർ കാന്താരി ഉണങ്ങി വെക്കാറുണ്ട്. വെയിലത്ത് വെച്ച് ഉണങ്ങി സൂക്ഷിച്ചു വെക്കാറുണ്ട്. കാര്യം നമ്മള് ഈ പുഴുക്ക് വർഗ്ഗങ്ങള് ചക്കയും കപ്പയും ഒക്കെ വേവിക്കുന്ന സമയത്തൊക്കെ കാന്താരി അരയ്ക്കാനും വേണ്ടിയാണ് ഈ ഉണങ്ങി വെക്കുന്നത്. ഞാൻ കാന്താരി ഉണങ്ങി വെച്ചിരിക്കുന്നത് കണ്ടോ. നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഉണങ്ങിയിരിക്കുന്ന വെയിലത്തൊന്നും വെച്ചിട്ടല്ല. ഇതേപോലെ ഞെടുപ്പ് പറിച്ച് ഞാൻ പച്ച കാന്താരിയൊക്കെ അതുപോലെ സിപ്ലോക്കിൽ ഇട്ട് വെക്കും. പഴുത്തതൊക്കെ ഇങ്ങനെ മാറ്റി ഒരു പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കാറുണ്ട്. നമ്മൾ ചോറും പൊതിയൊക്കെ പൊതിയുന്ന പോലെ പൊതിഞ്ഞ് ചുമ്മാതെ ഫ്രീസറിലൊന്നും വെക്കേണ്ട. വെറുതെ നമ്മൾ ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിൽ ആ പച്ചക്കറിയൊക്കെ ഇടുന്ന ബോക്സ് ഉണ്ടല്ലോ, അതിനകത്ത് വെറുതെ പൊതിഞ്ഞ് വെച്ചാൽ മതി. ഇത് കണ്ടോ, നല്ല പോലെ നമ്മൾ വെയിലത്ത് ഉണങ്ങിയ പോലെ പൊടിഞ്ഞു കിട്ടുന്നുണ്ടോ കാന്താരി. അപ്പൊ നിങ്ങൾക്ക് ഈ രീതിയിൽ വെയിലത്ത് വെച്ച് ഉണക്കാതെ തന്നെ ഈ രീതിയിൽ കാന്താരി ഉണക്കി കാലങ്ങളോളം സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ. ചുമ്മാതെ ഫ്രിഡ്ജിൽ ഇങ്ങനെ പൊതിഞ്ഞങ്ങ് ഇട്ടേച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ഇല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തു വിടണമെങ്കിൽ കൊടുത്തു വിടുകയും ചെയ്യാം. അപ്പൊ ഈ 2 രീതി കാന്താരി നമുക്ക് സൂക്ഷിച്ച് കാലങ്ങളോളം വെക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതിന് മാത്രമായിട്ട് ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് കാന്താരി സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരുന്നതിന് വേണ്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വരി നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതുപോലെ കാന്താരി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പൊ എന്റെ വീഡിയോ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.